അടുത്തത് കേബിൾ ലഞ്ചാവോ. കേബിൾ ലഞ്ചാവോ എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് എന്ത്? കേബിൾ ലഞ്ചാവോ. അതുപോലെ തന്നെ എന്താണ് കേബിൾ ലഞ്ചാവോ എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോക്തക് തടാകം കണ്ടില്ലേ, അതിൻ്റെ ലോക്തക് തടാകത്തിൻ്റെ പൊണ്ടികൾ ചേർന്ന് രൂപം കൊണ്ട ദേശീയോദ്യാനമാണ് കേബിൾ ലഞ്ചാവോ. ലോക്തക് തടാകത്തിലെ പൊണ്ടികൾ ചേർന്ന് രൂപം കൊണ്ട ദേശീയോദ്യാനമാണ് കേബിൾ ലഞ്ചാവോ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് എന്ത്? ലോക്തക് എന്ന് പറയുന്നത്. അതെവിടെയാണ്? മണിപ്പൂർ കേട്ടോ. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ലോക്തക്. ലോക്തക് എവിടെയാണ്? കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ലോക്തക്. അടുത്തത് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? സാംഗായ് മാനുകൾ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ട തുരുത്തുകളാണ് പൊണ്ടികൾ. ലോക്തക് തടാകത്തിലെ പൊണ്ടികളാണ് ഈ കാണുന്നത് അല്ലേ. ലോക്തക് തടാകം റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് 1990 ആഗസ്റ്റ് 23-നാണ്. നെക്സ്റ്റ് കാലാവസ്ഥയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ഹിമാലയ പർവ്വതങ്ങളും തുടർ പർവ്വതങ്ങളുമാണ്. അതായത് നമ്മുടെ ഇവിടെയുള്ള എന്താണ് കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്താണ്? ഹിമാലയ പർവ്വതങ്ങളും അതിനെ തുടർന്നുള്ള പർവ്വതങ്ങളുമാണ് അല്ലേ. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മേഖലകളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? മിതോഷ്ണം. അതായത് മിതമായിട്ടുള്ളത്. അതായത് എവിടെയാണ്? സിവാലിക് എന്ന് പറയുമ്പോൾ ഒത്തിരി താഴത്തല്ലേ അല്ലേ. താരതമ്യേന ഉയരം കുറഞ്ഞതായിരിക്കും അല്ലേ പർവ്വത ചരിവുകളിലും സിവാലിക് മേഖലകളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഉയരം കുറഞ്ഞിടത്തിൽ എന്തായിരിക്കും? ഒരു മിതമായിട്ടുള്ളൊരു കാലാവസ്ഥ, മിതോഷ്ണ കാലാവസ്ഥ. ഉയരം കൂടിയിടത്തിലോ ഉയരം കൂടിയ പർവ്വതങ്ങളിലോ ശൈത്യകാലമായിരിക്കും അല്ലേ. സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും മഴയ്ക്ക് കാരണമാകുന്നത് എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണല്ലേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലെയും ലഡാക്ക് മേഖലകളിലെയും കാലാവസ്ഥ എങ്ങനെയായിരിക്കും? ധ്രുവ സമാനമായ തീവ്ര ശൈത്യകാലമായിരിക്കും അല്ലേ. ഉയർന്ന പർവ്വതങ്ങളിൽ എന്തായിരിക്കും? ശൈത്യം കൂടുതലായിരിക്കും. ധ്രുവ സമാനമായ എന്തായിരിക്കും? തീവ്ര ശൈത്യ കാലാവസ്ഥയാണല്ലേ. മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ പെയ്യിക്കുന്നതിനായി ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? എവിടെയാ? മേഘാലയ പീഠഭൂമിയിലാണ്. ഉയർന്ന തോതിൽ പെയ്യുന്ന മഴയെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന കാറ്റിനെ, മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതാണ് അസം ഹിമാലയം പൂർവാചൽ കുന്നുകളാണല്ലേ. നെക്സ്റ്റ് വരുന്നത് നദീ വ്യവസ്ഥയാണ്. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്ന നദികൾ ഏതാണ്? ഹിമാലയത്തിലുള്ള അവിടെയുള്ള എന്താണ് നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളാണ്. ഏതാണ് മെയിനായിട്ട് വരുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹമാണ് സിന്ധുവും പോഷക നദികളും. ഏതാണ്? വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ വടക്കു പടിഞ്ഞാറ് അങ്ങ് പോകണം, മുകളിൽ പടിഞ്ഞാറ്. വടക്കു പടിഞ്ഞാറ് ഏതാണ്? സിന്ധുവും പോഷക നദികളുമാണ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ബൊഖർച്ചു ഹിമാനി. ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊഖർച്ചു ഹിമാനിയിലാണ് അല്ലേ. സിന്ധു നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2880 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം ഏതാണ്? ചില്ലാർ. നങ്ക പർവ്വതത്തിന് സമീപം അല്ലേ. ചില്ലായിട്ടല്ലേ അങ്ങോട്ട് കിടക്കുക, അങ്ങനെ ഓർത്താൽ മതി. ചില്ലാർ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശമാണ് ഏത്? ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശമാണ് ലഡാക്ക്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് ഏത്? സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശമാണ് ഏത്? ലഡാക്ക്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ. എന്നാൽ സിന്ധുവിൻ്റെതോ 2880 കിലോമീറ്റർ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി.
ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ നീളമോ 2900 കിലോമീറ്റർ. നെക്സ്റ്റ് ആണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന്. ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയം. അതായത് ഉത്തരാഖണ്ഡ് എവിടെയാണ്? സിന്ധു നദിയോ അതിൻ്റെ പോഷക നദിയോ എവിടെയാണ്? വടക്കു പടിഞ്ഞാറ് അല്ലേ? വടക്കു പടിഞ്ഞാറ്. വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്കാണ് സിന്ധുവും പോഷക നദിയും. അതവിടെ. അടുത്തതാണ് ഉത്തരാഖണ്ഡ്. ഇതിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ഗംഗയും അതിൻ്റെ പോഷക നദികളും എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ബ്രഹ്മപുത്ര എവിടെയാണ്? ഈ ഉത്തരാഖണ്ഡും കഴിഞ്ഞ് കിഴക്കൻ ഹിമാലയത്തിലെ നീരൊഴുക്ക് വ്യൂഹമാണ് എന്ത്? ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും അല്ലേ? അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്? സിന്ധു. സിന്ധു എവിടെയാണ്? വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അല്ലേ? സിന്ധു എവിടെയാണ്? വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത്. എന്നാൽ ഗംഗയോ ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഭാഗത്ത്. ബ്രഹ്മപുത്രയോ കിഴക്ക് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം. ഓക്കെ. അടുത്തത് ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാ? യമുന, ഗാഗ്ര, കോസി, ഗണ്ഡക്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളോ? ദിബാംഗ്, ലോഹിത്, മാനസ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ്തുങ് ഹിമാനി. മാനസ് സരോവറിനടുത്തുള്ള ചെമയുങ്തുങ് ഹിമാനി. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഹിമാലയൻ നദികൾ എല്ലാ കാലാവസ്ഥയിലും ജലസമൃദ്ധമായിരിക്കും. നദീജലം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഹിമാലയൻ നദികൾ എല്ലാ കാലാവസ്ഥയിലും എന്തായിരിക്കും? ജലസമൃദ്ധമായിരിക്കും. നദീജലം ഉയരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഓക്കെ. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദനത്തിന് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ഭൂരൂപം വെള്ളച്ചാട്ടം. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദനത്തിന് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് എന്തെന്ന് പറയുന്നത്? വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നദീമാർഗത്തിൽ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് ഉപരിഘട്ടം. നദീതടത്തിൽ വെള്ളച്ചാട്ടത്തിൽ രൂപം കൊള്ളുന്ന ഘട്ടമാണ് എന്ത്? ഉപരിഘട്ടം. നദീതടത്തിലെ അടിത്തട്ടിൽ അപരദനം മൂലം ആഴം വർദ്ധിക്കുന്നതിനാൽ രൂപം കൊള്ളുന്ന വി അക്ഷരത്തോട് സാദൃശ്യമുള്ള ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീതാഴ്വരയാണ് വി രൂപത്താഴ്വര. അതായത് എന്താ പറയുക? നദീൻ്റെ അടിത്തട്ടിലല്ലേ അപരദനം സംഭവിച്ച അവിടെ എന്തായിരിക്കും? വി രൂപത്തിൽ എന്തുണ്ടാവും? ഒരു സാദൃശ്യമുള്ള ഒരു ചരിഞ്ഞ വശം ഉണ്ടാവും അല്ലേ? അതിനെയായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? വി രൂപത്താഴ്വര എന്ന് പറയുന്നത്. വളരെ ആഴമുള്ളതും ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയതുമായ താഴ്വരയാണ് ഗിരികന്ധരങ്ങൾ. വളരെ ആഴമുള്ളതും അതുപോലെ തന്നെ ചെങ്കുത്തോ ലംബമോ ആയ ചെങ്കുത്തോ ലംബമോ ആണെന്നാണ് ഈ ഗിരികന്ധരങ്ങളിൽ പറയുന്നത്. എന്നാൽ കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ താഴ്വരയാണ് എന്താണ്? ബൃഹത് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. മറ്റേതെന്തായിരുന്നു? ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയ താഴ്വരയാണ് ഗിരികന്ധരങ്ങൾ. എന്നാൽ ഇവിടെ എന്താണ്? കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ താഴ്വരയാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ. നെക്സ്റ്റ് വരുന്നത് മണ്ണിനെ കുറിച്ചാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? പർവ്വത മണ്ണും വനമണ്ണുമാണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഉയർന്ന ചരിവുകളിൽ കാണപ്പെടുന്നത് വലിയ തരികളോട് കൂടിയതും അതുപോലെ ജൈവാംശം കുറഞ്ഞതുമായ മണ്ണുകളാണ് അല്ലേ? ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരകളിൽ കാണപ്പെടുന്നത് നേർത്ത തരികളോട് കൂടിയ ജൈവാംശമുള്ള മണ്ണാണ്. അതായത് ഉയർന്ന ഭാഗങ്ങളിൽ എന്താണ്? തരികളോട് കൂടിയ മണ്ണും ജൈവാംശം കുറഞ്ഞതുമായിരിക്കും. എന്നാലോ താഴ്വരകളിലേക്ക് വരുമ്പോൾ എന്താണ്? നേർത്ത തരികളും അതുപോലെ തന്നെ ജൈവാംശമുള്ള മണ്ണുമാണ് കാണപ്പെടുന്നത്. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലേ? അടുത്തത് കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് നമ്മൾ കരേവാസ് എന്ന് പറയുന്നത്. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശം നിറഞ്ഞ മണ്ണുമാണ് കരേവാസ്. എന്താണ്? കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ. കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് എന്തെന്ന്? കരേവാസ് എന്ന് പറയുന്നത്. ഈ കരേവാസ് ആണ് എന്തിന്? കുങ്കുമപ്പൂവ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നേർത്ത മണലുമാണ് അതുപോലെ തന്നെ ജൈവാംശവും കൂടുതലുമാണ്.
നെക്സ്റ്റ് സസ്യജന്തുജാലങ്ങളാണ്. ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളുടെ പ്രാദേശിക വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്താണ്? ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ. ഹിമാലയൻ നിരകളിൽ എന്താണ് നമ്മളിപ്പോൾ എങ്ങനെയുള്ള നല്ല പ്രദേശങ്ങളാണോ? അല്ല, അവിടെ എന്താണ് ഉയരം കൂടുതലാണ്, അവിടുത്തെ ഭൂപ്രകൃതി ഒരു വേറെ തരത്തിലാണ്, മണ്ണിനം വേറെയാണ്, കാലാവസ്ഥ വേറെയാണ്, എല്ലാം വേറെയാണ് അല്ലേ? അതുകൊണ്ടാണ് പ്രാദേശിക വ്യതിയാനത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ഉയരവും ഭൂപ്രകൃതിയും മണ്ണിനവും കാലാവസ്ഥയും. കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളിലും കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളിലും കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെ ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർക്ക് മുകളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യങ്ങളായ തുന്ദ്ര വരെ ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളുമാണ് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും കാണപ്പെടുന്ന വനങ്ങൾ. അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളുമാണ് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും കാണപ്പെടുന്ന വനങ്ങൾ. എന്നാൽ നമ്മൾ പറയുന്നത് ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യങ്ങളായ തുന്ദ്ര വരെ, അതായത് ഉയരത്തിനനുസരിച്ച് ഉയരം കൂടുന്നതിനനുസരിച്ച് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളായിരിക്കും. എന്നാൽ ഉയരം കുറയുന്നതിനനുസരിച്ച് തുന്ദ്ര വരെയുള്ള ശൈത്യകാല മേഖലാ സസ്യങ്ങളായ തുന്ദ്ര വരെ ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? ആർദ്രമിതോഷ്ണ വനങ്ങളുടെ ഉയരം 1000 മുതൽ 2000 മീറ്റർ വരെ. പൈൻ, ദേവദാരു പോലുള്ള സ്തൂപി, ഘാഗ്ര വൃക്ഷങ്ങളാണ് ഹിമാലയ പർവ്വത ചരിവുകളിൽ വളരുന്ന വൃക്ഷങ്ങൾ. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതനുസരിച്ച് സസ്യങ്ങളുടെ ഉയരം കുറയുന്നു. ഹിമാലയ പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ സസ്യങ്ങൾ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതനുസരിച്ച് സസ്യങ്ങളുടെ ഉയരം കുറയുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഹിമാലയ പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജുനിപ്പർ, റോഡോഡെൻഡ്രോൺ. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ആൽപൈൻ പുൽമേടുകൾ. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില എന്നിവ മൂലം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി കുറവാണ്. പർവ്വത ചരിവുകളെ തട്ടുകളായി തിരിച്ചാണ് അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നത്. പർവ്വത ചരിവുകളെ തട്ടുകളായി തിരിച്ചിട്ടില്ലേ? അവിടെ എന്താണ് പർവ്വതങ്ങൾ എന്താണ് ഇങ്ങനെ എന്താ പറയുക, കുന്നായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവയെ എന്താണ് തട്ടുകളായി തിരിച്ച് അനുയോജ്യമായ വിളകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, ഉരുളക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ. നെല്ലും ഉരുളക്കിഴങ്ങും പയറുവർഗ്ഗങ്ങളും അല്ലേ? വസന്തകാലത്ത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഗോതമ്പ്, മിതോഷ്ണ പയറുവർഗ്ഗങ്ങൾ. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചരിവുകളിലും താഴ്വരകളിലും, അതായത് അസം, ഡാർജിലിംഗ് മേഖലകളിൽ ആണ് തേയില കൃഷി കൂടുതലും ഉള്ളത് അല്ലേ? തേയില കൃഷി കൂടുതലും ഉള്ളത്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിലെ ഗോത്രജനത പിന്തുടരുന്ന പരമ്പരാഗത കൃഷി രീതിയാണ് സ്ഥാനമാറ്റ കൃഷി രീതി എന്ന് പറയുന്നത് അല്ലേ? യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയവയാണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന സ്വാഭാവിക ജീവിവർഗ്ഗങ്ങൾ. വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? ജൈവമണ്ഡല റിസർവുകൾ, ബയോസ്ഫിയർ റിസർവ്, ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് ഡച്ച് ഗ്രാം, ഹെമീസ്, പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് കാഞ്ചൻജംഗ, ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ്, കേബുൾ ലംജാവോ. ഹിമാലയൻ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. അവിടെ എന്താണ് കൃഷിക്ക് ചെയ്യാൻ പരിമിതമാണല്ലോ. എന്നാൽ അവിടെ എന്താണ് അവരുടെ ജീവിതമാർഗം? മൃഗപരിപാലനമാണ് അല്ലേ? ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ വളർത്തുന്നത് ആട്, പശു തുടങ്ങിയ മൃഗങ്ങളാണ്. ചെമ്മരിയാട്, കുതിര തുടങ്ങിയ മൃഗങ്ങളെയാണ് ഉയരം കൂടിയ പർവ്വതങ്ങളിൽ വളർത്തുന്നത്. താഴ്വരകളിൽ ആട്, പശു പോലുള്ളവയെയും, എന്നാൽ പർവ്വത ഭാഗങ്ങളിൽ വളർത്തുന്നത് ചെമ്മരിയാട്, കുതിര എന്നിവയാണ്.
ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ വളർത്തുന്ന തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള മൃഗമാണ് ഏത്? യാക്ക്. യാക്കിനെയാണ് ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ വളർത്തുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ കാണപ്പെടുന്ന ഇടയ ജനവിഭാഗമാണ് ഏത്? ഗുജ്ജർ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ കാണപ്പെടുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറംലോകത്തേക്കുള്ള കവാടങ്ങളാണ്. എന്താണ്? ഡെൻസിംഗ് നോർഗെ. ഡെൻസിംഗ് നോർഗെ. പർവ്വതങ്ങൾ എന്തല്ല? പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ്. ഡെൻസിംഗ് നോർഗെ. നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ കഴിയാൻ പോവുകയാണ്. ഹിമാലയ പർവ്വത മേഖലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ്. ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരാണ്? ടെൻസിംഗ് നോർഗെ. എഡ്മണ്ട് ഹിലാരി. 1953 മെയ് 29 അല്ലേ? 1953 മെയ് 29. ഡെൻസിംഗ് നോർഗെ, എഡ്മണ്ട് ഹിലാരി. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ റംസാർ സൈറ്റ് ആക്കിയില്ലേ, ഇത് ലോക്തക് ഇതിനെ കേബിൾ ലഞ്ചാവോനെ, അത് ഏത് വർഷമായിരുന്നു? 1990 ആഗസ്റ്റ് 23 അല്ലേ? ആഗസ്റ്റ് 23, 1990 ആഗസ്റ്റ് 23. ഇവിടെയോ? ഇവിടെ വന്നത് എന്താണ്? 1953 അല്ലേ? 1953 മെയ് 29. മറ്റേത് ആഗസ്റ്റ് 23. 1990 ആഗസ്റ്റ് 23. ഇവിടെ എന്താണ്? 1953 മെയ് 29 അല്ലേ? അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? ഡിസംബർ 11 അല്ലേ? ഡിസംബർ 11. പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട സാഹസിക വിനോദങ്ങളാണ്. ഏതൊക്കെയാണ്? പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയവ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട സാഹസിക വിനോദങ്ങളാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഷിംല. എവിടെയാ? ഹിമാചൽ പ്രദേശ്. ഡാർജിലിംഗ്, പശ്ചിമ ബംഗാൾ. ഷില്ലോങ്, മേഘാലയ. അൽമോറ, ഉത്തരാഖണ്ഡ്. റാണിക്കേറ്റ്, ഉത്തരാഖണ്ഡ്. മുസോറി, ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ, ഉത്തരാഖണ്ഡ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ 19-ാം നൂറ്റാണ്ടിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ്. എന്താണ്? 19-ാം നൂറ്റാണ്ടിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ. സോ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ എന്താണ്? കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാ ദിവസവും എന്താണ്? SCERT ചാപ്റ്റേഴ്സ് മുഴുവൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഫസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നു.